യുകെയിലെ സാമ്പത്തിക മേഖലയിൽ ഇപ്പോൾ വലിയൊരു അഴിച്ചുപണി നടക്കുകയാണ്. ലണ്ടനിലെ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ കൂടുതൽ സ്വതന്ത്രമാക്കാനുള്ള ഗവൺമെന്റിന്റെ നീക്കം യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്ന ചർച്ചകൾക്ക് വഴിമാറിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നോർവേ കൂടി പങ്കാളിയായ പുതിയ നാവിക പ്രതിരോധ കരാർ വടക്കൻ കടലിലെ നോർത്ത് സീ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ബ്രിട്ടന്റെ സ്വാധീനം വർദ്ധിപ്പിക്കും. എന്നാൽ ആഭ്യന്തരമായി ആരോഗ്യമേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. മാനസികാരോഗ്യരംഗത്തെ ജീവനക്കാരുടെ കുറവും വർദ്ധിച്ചുവരുന്ന രോഗികളുടെ എണ്ണവും വലിയ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. മിൽട്ടൺ കെയ്ൻസിലെ തീപിടുത്തം കേവലം ഒരു അപകടമല്ലെന്നും അതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമുള്ള സംശയത്തിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ട്രംപ്-ഇറാൻ യുദ്ധം ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ്. 2026 ഫെബ്രുവരിയിൽ തുടങ്ങിയ സൈനിക നടപടികൾ വഴി ഇറാന്റെ തന്ത്രപ്രധാനമായ ആണവ സൈനിക കേന്ദ്രങ്ങൾ തകർത്തുവെന്നാണ് അമേരിക്കയുടെ വാദം. എന്നാൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകൾ പാതിവഴിയിൽ തടസ്സപ്പെട്ടുകിടക്കുകയാണ്. ഇതിന് പ്രധാന കാരണം ഹോർമുസ് കടലിടുക്കിലെ ഉപരോധമാണ്. ആഗോളതലത്തിൽ എണ്ണ വിതരണത്തെ ബാധിക്കുന്ന ഈ ഉപരോധം നീക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഇറാൻ നിലപാടെടുക്കുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന ട്രംപിന്റെ കർശന നിർദ്ദേശവും സമാധാന ചർച്ചകളെ നീട്ടിക്കൊണ്ടുപോകുന്നു. ഈ യുദ്ധം അവസാനിച്ചാലും ലോകവിപണിയിൽ ഇന്ധനവില സാധാരണ നിലയിലാകാൻ ഇനിയുമേറെ മാസങ്ങൾ കാത്തിരിക്കേണ്ടിവരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. യുകെയിലെ വിസ നയങ്ങളിൽ ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഹൈ വാല്യൂ തൊഴിലാളികളെ ആകർഷിക്കുന്നതിലാണ്. സ്കിൽഡ് വർക്കർ വിസയ്ക്കുള്ള കുറഞ്ഞ ശമ്പള പരിധി സാലറി ത്രെഷോൾഡ് കഴിഞ്ഞ വർഷത്തെ പരിഷ്കാരങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഉയർന്ന നിലയിൽ തന്നെ തുടരുന്നു. എന്നിരുന്നാലും ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ വരുന്നവർക്ക് അവരുടെ കുടുംബത്തെ ഡിപെൻഡൻസ് കൂടെ കൊണ്ടുവരുന്നതിലുള്ള കർശന നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുന്നത് കെയർ സെക്ടറിലെ ഉദ്യോഗാർത്ഥികളെ ബാധിക്കുന്നുണ്ട്. നിലവിൽ ഗവൺമെന്റ് ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് പഴയ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഇടയ്ക്കിടെ പുതുക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ്, ഐടി സ്പെഷ്യലിസ്റ്റുകൾ, നിർമ്മാണ മേഖലയിലെ വിദഗ്ധർ എന്നിവർക്ക് മുൻഗണന ലഭിക്കുന്നുണ്ടെങ്കിലും ശമ്പളം നിശ്ചിത പരിധിയിൽ താഴെയാണെങ്കിൽ വിസ ലഭ്യത കഠിനമാണ്. ജോലി അവസരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മേഖലയിലാണ് ഇപ്പോൾ വലിയ ഉണർവ് പ്രകടമാകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, സൈബർ സെക്യൂരിറ്റി എന്നീ വിഭാഗങ്ങളിൽ വിദഗ്ധരായവർക്ക് ലണ്ടൻ, മാഞ്ചസ്റ്റർ, ബിർമിംഗ്ഹാം തുടങ്ങിയ നഗരങ്ങളിൽ വലിയ ഡിമാൻഡുണ്ട്. കൂടാതെ ഗ്രീൻ എനർജി മേഖലയിലേക്ക് യുകെ വൻതോതിൽ നിക്ഷേപം നടത്തുന്നതിനാൽ റിന്യൂവബിൾ എനർജി എഞ്ചിനീയർമാർക്കും എൻവയോൺമെന്റൽ കൺസൾട്ടന്റുകൾക്കും പുതിയ അവസരങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്. എന്നാൽ റീട്ടെയിൽ, ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ നിയമനങ്ങൾ താരതമ്യേന കുറവാണ്. ആരോഗ്യരംഗത്ത് NHS ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒഴിവുകൾ ഇപ്പോഴും നികത്തപ്പെടാതെ കിടക്കുന്നുണ്ടെങ്കിലും വിസ സ്പോൺസർഷിപ്പ് നൽകുന്ന ഏജൻസികൾ ഇപ്പോൾ കൂടുതൽ സൂക്ഷ്മമായ പരിശോധനകൾക്ക് ശേഷമാണ് നിയമനം നടത്തുന്നത്. നിങ്ങളൊരു തൊഴിൽ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൽ ഈ ഹൈ ഡിമാൻഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് വിസ നടപടികൾ എളുപ്പമാക്കാൻ സഹായിക്കും. NHSന്റെ NHS പുതിയ 10 വർഷത്തെ വർക്ക്ഫോഴ്സ് പ്ലാൻ പ്രകാരം വരും വർഷങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് തൊഴിൽ വിപണിയിൽ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരാൻ പോകുന്ന മേഖലകളെയും തസ്തികകളെയും കുറിച്ച് കൂടുതൽ ആഴത്തിൽ താഴെ നൽകുന്നു. നിലവിൽ NHSന്റെ പ്രധാന ലക്ഷ്യം രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനു മുൻപ് തന്നെ കമ്മ്യൂണിറ്റി തലത്തിൽ ചികിത്സ ഉറപ്പാക്കുക എന്നതാണ്. ഹോസ്പിറ്റൽ ടു കമ്മ്യൂണിറ്റി ഷിഫ്റ്റ്. ഇതിന്റെ ഭാഗമായി ഡിജിറ്റൽ ഹെൽത്ത്, കമ്മ്യൂണിറ്റി കെയർ എന്നീ മേഖലകളിലാണ് ഏറ്റവും വലിയ തൊഴിൽ വിസ്ഫോടനം നടക്കാൻ പോകുന്നത്. ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കുന്നതിനേക്കാൾ രോഗികളുടെ വീട്ടിൽ പോയി സേവനം നൽകുന്ന ഡിസ്ട്രിക്ട് നഴ്സിംഗ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർ എന്നീ റോളുകൾക്ക് വൻ ഡിമാൻഡുണ്ടാകും. കൂടാതെ ഓരോ രോഗിക്കും വ്യക്തിഗതമായ ചികിത്സ ഉറപ്പാക്കുന്ന പേഴ്സണലൈസ്ഡ് കെയർ റോളുകൾക്കും പ്രാധാന്യം കൂടും. സാങ്കേതികവിദ്യയുടെ വളർച്ചയോടെ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ്, ഡാറ്റ അനലിറ്റിക്സ് എന്നിവ NHSന്റെ നട്ടെല്ലായി മാറുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് രോഗനിർണയം നടത്തുന്നതിനും മെഡിക്കൽ റെക്കോർഡുകൾ നിയന്ത്രിക്കുന്നതിനും വിദഗ്ധരെ വൻതോതിൽ ആവശ്യമായി വരും. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സ്പെഷ്യലിസ്റ്റുകൾ, ഇലക്ട്രോണിക് പേഷ്യന്റ് റെക്കോർഡ്, EPR അനലിസ്റ്റുകൾ എന്നിവർക്ക് വരും വർഷങ്ങളിൽ ഉയർന്ന ശമ്പളവും മികച്ച കരിയറും പ്രതീക്ഷിക്കാം. ഇതുകൂടാതെ മാനസികാരോഗ്യ മേഖലയിലെ മെന്റൽ ഹെൽത്ത് പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മെന്റൽ ഹെൽത്ത് നഴ്സുമാർ, സൈക്കോളജിസ്റ്റുകൾ, ചൈൽഡ് തെറാപ്പിസ്റ്റുകൾ എന്നിവരുടെ ഒഴിവുകൾ റെക്കോർഡ് വേഗതയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗതമായ റോളുകളിൽ നോക്കുകയാണെങ്കിൽ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണലുകൾക്കാണ് AHP വരും ദശകത്തിൽ ഏറ്റവും വലിയ വളർച്ചാ സാധ്യതയുള്ളത്. ഡയഗ്നോസ്റ്റിക് റേഡിയോഗ്രാഫർമാർ, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റുകൾ, ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റുകൾ എന്നിവരുടെ കുറവ് നികത്താൻ ഗവൺമെന്റ് പ്രത്യേക പദ്ധതികൾ തന്നെ ആവിഷ്കരിക്കുന്നുണ്ട്. കൂടാതെ അഡ്വാൻസ്ഡ് നഴ്സിംഗ് പ്രാക്ടീഷണർമാർക്കും ANP ഫിസിഷ്യൻ അസോസിയേറ്റുകൾക്കും ഡോക്ടർമാരുടെ ചില ചുമതലകൾ കൂടി നൽകി നിയമനം വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. ചുരുക്കത്തിൽ കേവലം ക്ലിനിക്കൽ അറിവ് മാത്രമല്ല, സാങ്കേതികവിദ്യയും കമ്മ്യൂണിറ്റി സേവനവും കൂടിച്ചേരുന്ന മേഖലകളിലാണ് നിയർ ഫ്യൂച്ചറിൽ NHSൽ ഏറ്റവും വലിയ അവസരങ്ങൾ കാത്തിരിക്കുന്നത്.